തെക്കേ കോളേജുകൾ. 15-ാം വയസ്സിൽ കേവലം SSLC പാസ്സായി കോളേജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 18-ാം വയസ്സിൽ ഒരു ജോലിക്ക് പ്രാപ്തനായി ഒരു തൊഴിലോടുകൂടി ഇറങ്ങിപ്പോകാവുന്ന രാജ്യത്തെ ഏറ്റവും മഹത്തായ ഒരു കോഴ്സാണ് പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ. നമുക്കറിയാം, നമ്മുടെ പിതാവ്, ഈ സ്ഥാപനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ദൈനംദിന കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേര് അതിങ്ങനെ ചെയ്യൂ. കുഞ്ഞാങ്ങളുടെ സാറെ ആളുകളെ നേരത്തെ വരും ചായ ബിസ്ക്കറ്റ് കൊടുക്കും. വിജാസാറിന്റെ ഓരോ നിമിഷങ്ങളിലും ഈ പരിപാടി ഇത്ര സമ്പുഷ്ടമാക്കാനുള്ള എല്ലാ സഹായങ്ങളും തന്നിട്ടുള്ള ഉപദേശം തന്നിട്ടുണ്ട്. സാറിന്റെ അസാന്നിധ്യത്തിലും ഏറെ ബഹുമാനത്തോടെ പ്രാർത്ഥനയോടെ വിജാസാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇതൊരു സ്ഥാപനമല്ല, യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ A to Z ഉണ്ട്. വക്കീലായി പുറത്തിറങ്ങാം, എഞ്ചിനീയറായി പുറത്തിറങ്ങാം, ഫാർമസിസ്റ്റായി പുറത്തിറങ്ങാം, നഴ്സ്, എല്ലാ തരത്തിലുള്ള ഭൂമിക്ക് സൂര്യന് താഴെയുള്ള എല്ലാ തലങ്ങളിലും വിരാജിച്ചു നിൽക്കുന്ന 2024 കമൻസ്മെന്റ് പ്രോഗ്രാമിന്റെ മുഖ്യ അതിഥിയെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രചോദനങ്ങളുടെയും ഊർജ്ജസ്വലതയുടെയും പര്യായമായ നമ്മുടെ സ്വന്തം ഇടുക്കി ജില്ലയുടെ സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ IAS ആണ്. വിദ്യാർത്ഥികൾക്കും യുവജന സമൂഹത്തിനും ഏറ്റവും പരിചിതനും പ്രചോദിതനും വിദ്യാഭ്യാസത്തിന്റെ മഹത്വവും അതിന്റെ പിന്നിലെ പ്രയത്നത്തെ പറ്റിയും നമ്മോട് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വിശിഷ്ട അതിഥി സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ IASനെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി ഉദ്ഘാടന പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ് ഇന്നിപ്പോൾ ഈ ഒരു ദിവസം ആരംഭിക്കുന്നത്. ആദ്യമേ ഈ ഒരു ചടങ്ങിലേക്ക് വരാമെന്ന് ഏറ്റപ്പോൾ ഇന്നലത്തെ മഴ കണ്ടപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചു, ഈ ഒരു ചടങ്ങ് നടത്താൻ പറ്റുമോ, അവധി കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ കളക്ടർ മാഡമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടി വന്നപ്പോൾ അവധി തന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വരവ് ഇടുക്കി ആഘോഷിക്കുകയാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു ഇന്നലെ നൈറ്റും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇനിയും അവധികളൊന്നും അധികം പ്രതീക്ഷിക്കേണ്ട, ക്ലാസ്സുകളൊന്നും തുടങ്ങുകയാണെങ്കിൽ നന്നായിട്ട് ഇന്ന് പഠിച്ചുകൊള്ളുക. പ്രത്യേകിച്ച് മിക്കവാറും ആൾക്കാരൊക്കെ ഇവിടുത്തെ ഹോസ്റ്റലുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ വണ്ടി സൗകര്യം അല്ലെങ്കിൽ നടന്ന് വരാനുള്ള ദൂരമൊക്കെ ഉള്ളൂ. വെള്ളമൊന്നും അധികം കയറുന്ന സ്ഥലങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും അവധിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഏറ്റവും കൂടുതൽ മെസ്സേജ് എനിക്ക് വരുന്നത് അല്ലസറിൽ നിന്നാണ് കേട്ടോ. അവധി ഉണ്ടോ അവധി ഉണ്ടോ എന്ന് ചോദിച്ചു. ഇന്നലെ രാത്രിയൊക്കെ അവധി ഉണ്ടോ അവധി ഉണ്ടോ തന്നെയുള്ള കോഴ്സുകളോടും ഉണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജുമായിട്ടുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോഴാണ്